ഇറാൻ അമേരിക്ക ചർച്ചയുടെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം എന്ത് നടന്നു, ഇവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞ തമ്മിൽ യുദ്ധമാണോ ഇനിയെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കുക അല്ലേ. ഏതാണെങ്കിലും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖി തന്നെ പറയുന്നുണ്ട്. പുള്ളി പറയുന്നതിൻ്റെ ട്രാൻസ്ലേഷൻ ഞാൻ സൈഡിലൂടെ ഞാൻ പറയട്ടോ. ഇതാണ് വീഡിയോ, കണ്ടോളൂ. അതായത് ഈ ചർച്ചയെ കുറിച്ച് ഉള്ള പ്രധാന കാര്യങ്ങൾ താഴെ കൊടുക്കുകയാണ്, ഞാൻ താഴെ സംസാരിക്കുകയാണ്. നല്ല തുടക്കമായിരുന്നു ഈ ചർച്ച. പുള്ളി പറഞ്ഞ കാര്യങ്ങളാട്ടോ പറയുന്നത്. നല്ലൊരു തുടക്കമായിരുന്നു. അമേരിക്കയുമായിട്ടുള്ള പരോക്ഷ ചർച്ചകൾ ഒരു നല്ല തുടക്കമായിട്ടുള്ള ഒരു അന്തരീക്ഷവും അനുകൂലമാണെന്നുമാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇരുപക്ഷവും തങ്ങളുടെ കാഴ്ചപ്പാടുകളും താല്പര്യങ്ങളും പരസ്പരം പങ്കുവച്ചു. അവിശ്വാസം മറികടക്കണം. അതായത് കഴിഞ്ഞ 8 മാസത്തെ യുദ്ധ സാഹചര്യങ്ങളുടെയും ദശാബ്ദങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളും കാരണം ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ വലിയ അവിശ്വാസമുണ്ട്. ഈ അവിശ്വാസത്തിൻ്റെ മതിൽ, വാൾ ഓഫ് മിസ്ട്രസ്റ്റ് മറികടക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടം. അത് ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണെന്നും പുള്ളി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പിന്നെ തുടർച്ചയായ ചർച്ചകളുടെ കാര്യങ്ങൾ, അടുത്ത ഘട്ട ചർച്ചയ്ക്കുള്ള സ്ഥലവും സമയവും ഒരു ദിവസവും തീരുമാനിക്കും. അതിനായി പ്രതിനിധികൾ തനത് രാജ്യങ്ങളിലെ സർക്കാരുകളുമായിട്ട് കൂടുതൽ കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും അങ്ങനെയുള്ള അടുത്ത ഘട്ട ചർച്ച നടക്കാൻ പോകുന്നത്. ഇറാനിലെ സാഹചര്യം, ഇറാനിലെ ജനത നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, വിലക്കയറ്റം, യുദ്ധഭീതി എന്നിവ ചർച്ചകളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വവും സ്ഥിരതയും ഉണ്ടാക്കാൻ ഈ ചർച്ച വിജയകരമാകുമെന്നാണ് ഇറാനിലുള്ള സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പിന്നെ സങ്കീർണമായൊരു ചരിത്രം, അതായത് കഴിഞ്ഞ തവണ ചർച്ചകൾ പുരോഗമിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. 12 ദിവസത്തെ ആ ഒരു വാറ്, അതായത് അമേരിക്കയായിട്ടുള്ള ഈ ആണവോർജ്ജ ചർച്ച നടക്കുന്നതിൻ്റെ ഇടക്കായിരുന്നു ഇസ്രായേൽ തന്നിഷ്ടപ്രകാരം തൻ്റെ തോന്നിയ പോലെ വന്നിട്ട് അവിടെ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും കുറേ പേരെ അവിടെ കൊന്ന് തീർക്കുന്നതും. അപ്പം ആ ആക്രമണം ഒരു വഞ്ചനയായി ഇറാൻ കാണുന്നുണ്ട്. അത്തരം കൈപ്പേറിയ ഓർമ്മകൾ ചർച്ചകൾക്കുള്ള വേഗതയെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് എന്ന് പുള്ളി പറയുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചർച്ച മാത്രമാണ് ആദ്യഘട്ടത്തിൽ സംസാരിച്ചത്. അതായത് യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇരുപക്ഷവും തമ്മിലുള്ള വിശ്വാസവും കെട്ടുറപ്പും ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ആദ്യഘട്ട ചർച്ചയിലുള്ള തീരുമാനം. അതായത് ഇടയിലുള്ള ആ ഒരു അവിശ്വാസം ഒരുപാടുണ്ട്. കാരണം പതിറ്റാണ്ടുകളായിട്ടുള്ള അവിശ്വാസം തന്നെ അതിൻ്റെ ഇടയിലുണ്ട്. അതിൻ്റെ ഇടയിൽ കളിക്കുന്ന പല ആളുകളുണ്ട്. ഇസ്രായേലിനെ പോലെ ഒരു നല്ല ചർച്ച ഇവിടെ നടക്കുമ്പോഴും ഇസ്രായേലിനെ പോലത്തെ രാജ്യങ്ങൾ വന്നിട്ട് തനി ചെറ്റ പരിപാടികൾ കാണിക്കാറുണ്ട്. അത് അവരുടെ എന്താ പറയുക, അടിസ്ഥാനമാണ്. അത് മാറ്റാനൊന്നും പറ്റില്ല. പിന്നെ അവിടെ ഇസ്രായേൽ പോലെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി അതിനേക്കാൾ വലിയൊരു ചതിയനും കൂടെ ആകുമ്പം ലോകത്തെ ഏറ്റവും വലിയ ചതിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാജ്യമാണ് ഇസ്രായേൽ. അപ്പം അത്തരത്തിലുള്ള ആളുകൾ ഇതിൻ്റെ ഇടയിലുള്ളതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ചർച്ചയും കാര്യങ്ങൾ ഇത്രയും കാലം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഉള്ള ചർച്ചകൾ തന്നെ ഇല്ലാണ്ടാക്കാൻ ഇവരെ പോലത്തെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തുടക്കത്തിൽ തമ്മിലുള്ള ഒരു വിശ്വാസം ഉണ്ടാക്കുക, ഒരു വിശ്വാസം കൈക്കൊള്ളുക, ഇതാണ് ഞങ്ങളുടെ ചർച്ചയിൽ ഇന്ന് കാര്യമായിട്ടുണ്ടായത്. അപ്പോൾ അടുത്ത ഘട്ട ചർച്ച പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ഇന്നിപ്പം ഇവർ പുറത്തോട്ട് വിട്ടത് ഇത്രയും കാര്യം, ഇനി പുറത്തോട്ട് വിടാത്ത ചില കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്കറിയാം. അപ്പം ഇതിപ്പം ഇനി അമേരിക്കയിലെ സ്റ്റീവ് വിറ്റ്കോഫ് പോയിട്ട് അമേരിക്കയിൽ പ്രസിഡന്റിനോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ച് ഇനി അവർ തമ്മിലുണ്ടാവും. പിന്നെ ഇനി അവർ ഈ എന്തൊക്കെ പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ മൂട് താങ്ങി നടക്കുക, അല്ലെങ്കിൽ ഇസ്രായേൽ വരെ മൂട് താങ്ങി നടക്കുന്നവരാണ്. ഇനി അവിടെ പോയിട്ട് കുറച്ച് ചർച്ചകൾ ഉണ്ടാവും. ഇനി അറബ് കൺട്രീസ് അവരുടെ കൂടെ പോയിട്ട് ഒരു ചർച്ച ഉണ്ടാവും. ഇനി ഇറാൻ കമേനിയുടെ അടുത്ത് പോയിട്ട് ഇവരുടെ ഒരു ഗ്രൂപ്പ് ഇരുന്നിട്ടുള്ള ചർച്ച ഉണ്ടാവും. നെക്സ്റ്റ് ഘട്ടത്തിലോട്ട് എന്തൊക്കെ വെക്കണം എന്നുള്ള രീതിയിൽ അവർ തമ്മിൽ ചർച്ച വരും. അത് കഴിഞ്ഞിട്ട് മറ്റൊരു ദിവസം 2ാം ഘട്ട ചർച്ച എന്നാണ് എന്നുള്ളത് തീരുമാനിക്കും. പക്ഷെ നമ്മളിപ്പോൾ ചർച്ചയിൽ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നമുക്കൊരു കാര്യം വ്യക്തമാകുന്നു. അതായത് ഒരു നല്ലൊരു അന്തരീക്ഷത്തിലൂടെയാണ് ചർച്ച പോയിട്ടുള്ളത്. ചുമ്മാ എന്താ പറയുക, വെട്ടൊന്ന് മുറി 2 എന്നുള്ള അവസ്ഥയൊന്നുമല്ല. നല്ല രീതിയിലുള്ള ചർച്ചയാണ്. കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ഇവരുടെ കാര്യം സത്യം പറഞ്ഞാൽ മിക്കവാറും അമേരിക്ക പറഞ്ഞിട്ടുണ്ടാവും 0 ന്യൂക്ലിയർ എനർജി സോഴ്സിങ് ആയിരിക്കണം നിങ്ങൾ, അല്ലെങ്കിൽ ഇതായിരിക്കണം. ഇവർ പറഞ്ഞിട്ട് നടക്കില്ല. ഇതാണ് ഞങ്ങൾ ഇത്ര കാര്യങ്ങൾ പറയുള്ളത്. കാരണം അതൊക്കെ ഒരു രാജ്യത്തിൻ്റെ തീരുമാനങ്ങളാണ്. ഇപ്പോൾ ന്യൂക്ലിയർ എനർജി വേണമെങ്കിൽ ഞങ്ങൾ കുറച്ച് ചുരുക്കാം, അതായത് 60% ഞങ്ങൾ അത് ഞങ്ങൾ സൈഡ് കൂടെ ചെയ്യും. പക്ഷേ ഞങ്ങൾ അത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുള്ളൂ. മാതിരി ഇസ്രായേൽ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങൾ ചെയ്യുന്ന പോലെ അറ്റോമിക് എനർജി കമ്മീഷനിൽ സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുണ്ടാക്കുന്ന പരിപാടികളൊന്നും ഞങ്ങൾ ചെയ്യൂല. ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ റെജീം ചേഞ്ചും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. അത് നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. പിന്നെ മിസൈൽ ഉണ്ടാക്കണോ എന്നുള്ള ഞങ്ങളുടെ തീരുമാനമാണ്, അത് ഇസ്രായേലിൻ്റെ തീരുമാനമല്ല. ഇറാൻ മിസൈൽ ഉണ്ടാക്കണോ വേണ്ടതെന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇപ്പുറത്തുനിന്ന് ഞങ്ങളുടെ തീരുമാനങ്ങൾ ഇങ്ങനെ, ഏതായാലും നമുക്ക് ഒന്നും കൂടെ സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്കൊന്നുകൂടെ നമ്മുടെ റജീമുമായിട്ട് സംസാരിച്ചിട്ട് മറ്റൊരു ചർച്ച വെക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ 2 പ്രതിനിധികളും ഡയറക്റ്റ് അല്ല ചർച്ച ചെയ്യുന്നത്. ആദ്യം നിങ്ങൾ അതാലോചിക്കണം. ഇറാൻ്റെ പ്രതിനിധി, ഇറാൻ്റെ അബ്ബാസ് അറാഖിയും അമേരിക്കയുടെ സ്റ്റീവ് വിറ്റ്കോഫും തമ്മിൽ ഡയറക്റ്റ് ഇരുന്നിട്ടല്ല ചർച്ച. അതായത് ഇവർക്ക് പറയാനുള്ളതെല്ലാം ഒമാൻ വിദേശകാര്യ മന്ത്രിയോട് സംസാരിക്കുന്നു. പുള്ളി അത് ഇവിടെ വന്ന് പറയുന്നു. വിറ്റ്കോഫിന് പറയാനുള്ള കാര്യങ്ങൾ ഇയാളോട് പറയുന്നു, ഇയാൾ ഇവിടെ പോയി പറയുന്നു. അത്രയും സുരക്ഷിതമായിട്ട്, അത്രയും തമ്മിലുള്ളൊരു വൈരാഗ്യം ഉള്ളിലുണ്ടായിപ്പോയി, വിശ്വാസക്കുറവ് തമ്മിലുണ്ടായിപ്പോയി. അതുകൊണ്ട് ഈ 2 പേരും മാറി നിന്നിട്ടുള്ള സംസാരങ്ങളാണ്. ഇവർ 2 പേരും ഇയാളോട് സംസാരിക്കുന്നു, ഇയാൾ ഇവർ 2 പേരും കൺവിൻസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. എന്നിട്ട്
ആയിട്ടുള്ള ഒരു ചർച്ചയാണിത്. നമ്മൾ വിചാരിച്ചാൽ ചുമ്മാ ഒറ്റയടിക്ക് ഒരു സീറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കുന്ന കാര്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ ചർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആയിരിക്കും, ഒരു ഡയറക്റ്റ് ചർച്ച ആയിരിക്കും. രണ്ടുപേരും കൂടി ഇരുന്നിട്ടുള്ള ചർച്ച ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ആദ്യഘട്ട ചർച്ചയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആയിട്ട് പറയാനുള്ളത്. ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് ഇതിന് ശേഷം പുള്ളിയുടെ കംപ്ലീറ്റ് ഇത് AI ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷിലുള്ള ഒരു ഫുൾ റെക്കോർഡിങ്സ് ഞാൻ അതിൻ്റെ ബാക്കിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കാണും. Just jumping out of that because the Iranian foreign minister is speaking. Concerns, and we expressed also our viewpoints, and we explained our interests, and also we listened to the requests and viewpoints of the other side. I think I can say this is a good start, and we have to have more consultations in different capitals, and there are a sort of agreement amongst us to continue the talks and negotiations, and inshallah we will determine the time and the place of the second round of talks during the coming days. The atmosphere was positive and it was a good start. Can we continue our interview with you at that time? I have a question regarding the phases of the talks. What phase is this? And have you spoken about the framework, or you just went into the core of the matter today? We are now in the phase that follows 8 months and after the aggressive war, and the lack of trust was there during the atmosphere, but now there is a sort of that, and we must overcome this period of distrust. Trust must be there, trust must be available, but I can say today that the talks were positive today. We listened to our both parties' viewpoints through the Omani mediator, and if we can go along with this positive path, I can say that we can reach a positive framework regarding the nuclear talks between Iran and the USA, but I don't want to judge now at the very beginning. We just hope, inshallah, that the talks, according to the decisions that to be taken, I hope it will be positive.